നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒട്ടനവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. മറ്റ് രാഷ്ട്രത്തിൻ്റെ തലവന്മാർ ഇന്ത്യയിലും സന്ദർശനങ്ങൾ നടത്താറുണ്ട്. ഇത്തരം സന്ദർശനങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിലായി യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികൾ ഇന്ത്യയിൽ വരികയും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതിനുശേഷം വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും വ്യാപാര കരാർ അന്തിമമാക്കി അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. 27 രാജ്യങ്ങൾ അടങ്ങിയ ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പദ് വ്യവസ്ഥ കൂടിയാണ്. ആ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലാതെ പ്രവേശനം നൽകുന്ന ഒരു വലിയ അവസരമാണ് ഈ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പുവച്ച വ്യാപാര കരാറുള്ളത്. ഇന്ത്യൻ വിപണിയും യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അത് രാഷ്ട്ര താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകാതെ രാജ്യത്തിൻ്റെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ അവരുടെ മുന്നിൽ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നിടുന്ന രീതിയിലാണ് ഈ അന്താരാഷ്ട്ര കരാറുകളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും ആ രാജ്യങ്ങളുമായി കരാറുകളിൽ ഒപ്പിടുന്നതും. എന്തായാലും യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ച, അവരുടെ സന്ദർശനം, കരാർ ഒപ്പിടൽ, ഇതെല്ലാം അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നായി മാറി. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് അതിനെ വിളിച്ചത് അതുകൊണ്ടാണ്. പിന്നീട് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിലൊക്കെ ഒപ്പിട്ടു എങ്കിലും പിന്നീട് ഏറ്റവും വലിയ ഒരു സന്ദർശനം നടക്കുന്നത് ഇന്നാണ്. അത് ഒരുപക്ഷെ 2026 നടക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വലിയ ഒരു സന്ദർശനമായി മാറുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ മുംബൈയിൽ വിമാനമിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളെല്ലാം ദില്ലി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ദില്ലിയിലും മുംബൈയിലും ഹൈദരാബാദിലും ചെന്നൈയിലുമൊക്കെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും പരിപാടികളുമൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ, അതായത് മുംബൈയിൽ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അദ്ദേഹത്തിൻ്റെ പത്നിയും വിമാനം ഇറങ്ങിയത്. വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണം തന്നെയാണ് ഇന്ത്യ ഫ്രഞ്ച് പ്രസിഡന്റിന് നൽകിയത്. ഇന്ത്യയുടെ സ്വീകരണത്തെക്കുറിച്ച് വലിയ രീതിയിൽ ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നുണ്ട്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസും മഹാരാഷ്ട്ര ഗവർണറും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റിനെ കാണാനായി മുംബൈയിലേക്ക് എത്തുകയായിരുന്നു. മുംബൈ ലോക് ഭവനിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള ചർച്ചകൾ നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ ചർച്ചകൾക്ക് ശേഷം, മുംബൈയിലെ അവരുടെ പരിപാടികൾക്ക് ശേഷം പിന്നീട് ഈ സംഘം ദില്ലിയിലേക്ക് പോകും. അവിടെ AI-യുടെ ഒരു പ്രധാന ഉച്ചകോടി അടക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളും കരാറുകളുമാണ് ഇനിയിപ്പോൾ അടുത്ത 3 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതായത് അടുത്ത 3 ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ ഉണ്ടാകും. ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം, അതോടൊപ്പം തന്നെ സാങ്കേതികവിദ്യ, വിവരസാങ്കേതികവിദ്യ, വൊക്കേഷണൽ ട്രെയിനിങ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്ത്രപ്രധാനമായ ചർച്ചകളും കരാർ ഒപ്പിടലുകളുമൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും 12ഓളം കരാറുകളാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ ഒപ്പിടാൻ പോകുന്നത്. പക്ഷേ ഈ 12 കരാർ ലോകം ഉറ്റുനോക്കുന്നത്, ഇന്ത്യ ഉറ്റുനോക്കുന്നത്, ഫ്രാൻസ് ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രതിരോധ കരാറാണ്. അതായത് 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആ കരാറിലാണ്, ആ കരാർ ഒപ്പിടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഇന്ത്യ വെറുതെ 114 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതല്ല, ഇതിൽ 96 യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലേക്ക് ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വിമാനം ഇറങ്ങിയിരിക്കുന്നത്. അദാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളൊക്കെ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ആ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ഈ കരാറുകളിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരികളായ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ചിറക് മുളച്ച് പറക്കാൻ പോകുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു കാര്യക്ഷമത നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിൽ നമ്മളത് നേരിട്ട് പരീക്ഷിച്ച് വിജയിച്ചതാണ്. പാകിസ്ഥാൻ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുകൂടി തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കരാർ. അങ്ങനെ പാകിസ്ഥാൻ്റെ തുക്കട വിമാനങ്ങൾക്ക് മുന്നിൽ റാഫേൽ കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരിക്കലും കൂടുതൽ യുദ്ധവിമാനങ്ങൾ
യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന തീരുമാനത്തിലേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു, അതിൽ 96 ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിമാനം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ്. പാകിസ്ഥാൻ പറഞ്ഞതൊക്കെയും നുണയാണ് എന്ന് ലോകം മനസ്സിലാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇനി ഇന്ത്യ മഹാരാജ്യം കടന്നുപോകുന്നത്. ഓരോ വർഷവും 24 യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനകത്ത് നിർമ്മിച്ച് പുറത്തിറക്കാനുള്ള ഫെസിലിറ്റിയാണ് നാഗ്പൂരിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഇനിയിപ്പോൾ ഇന്ത്യയുടെ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തേക്കും നാഗ്പൂർ എന്ന സ്ഥലത്തേക്കും എന്ന ജില്ലയിലേക്കുമൊക്കെ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. മുംബൈ ആകെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തന്ത്രപ്രധാനമായ കരാറുകളിലാണ് ഇന്ത്യയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒപ്പുവയ്ക്കാൻ പോകുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഈ കരാറിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്ന രാജ്യമായി മാറും. യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരികളായ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഇനി നിർമ്മിക്കാൻ പോകുന്നത്. മാത്രമല്ല വ്യാപാര രംഗത്ത് ഒട്ടനവധി ഉള്ള കരാറുകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയനുമായി ഇപ്പോൾ തന്നെ കരാറുണ്ട്. ഫ്രാൻസ് ഒരു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായ രാഷ്ട്രമാണ്. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ ബന്ധം അത് ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എന്തായാലും ഫ്രഞ്ച് മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇന്ത്യ സന്ദർശനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും അത് കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അടുത്ത 3 ദിവസങ്ങൾ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ഭാവി രചിക്കുന്ന കരാറുകളിലായിരിക്കും ഇരു രാജ്യങ്ങളും ഒപ്പിടുക. ഒപ്പം പാകിസ്ഥാനും ചൈനയും അമേരിക്കയും അടങ്ങുന്ന രാജ്യങ്ങൾ ആശങ്കയിലാകും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.